നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പേരാമ്പ്ര വെസ്റ്റ് പുത്തൂക്കാവ് ആശേരിത്തറ ലിങ്ക് റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും അന്നനാട് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി. ഒടുവിൽ കലാഭവൻ മണി പാർക്കിന്റെ കമാനം മനോഹരമാക്കാൻ നടപടിയായി. അൻപത്താറ് പേരടങ്ങിയ ഗോവൻ സംഘം പർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. പേരാമ്പ്ര വെസ്റ്റ് പുത്തൂക്കാവ് ആശേരിത്തറ ലിങ്ക് റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ TV പ്രജിത്ത് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് അംഗം MM ഗോപാലൻ പ്രസംഗിച്ചു. മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെ തന്നെ റോഡുകളും ഗതാഗത മാർഗങ്ങളും രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഗതാഗതവും. ഈ ഗതാഗത മാർഗങ്ങൾ വികസിച്ചില്ലെങ്കിൽ നമുക്കവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയില്ല. ഇപ്പോൾ കൊടകര പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് മുകളിൽ കൂടെ ഒരു ഉപഗ്രഹ വിഷൻ പോലെ ഒന്ന് നോക്കിയാൽ കാണാം. ഏറ്റവും നല്ല ഗതാഗത സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ. അപ്പോൾ ഗ്രാമീണ റോഡുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഈ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അത് ഓരോ വാർഡ് മെമ്പർമാരും അവരുടെ മിടുക്കിനനുസരിച്ച് യഥാസമയം വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ആ രീതിയിൽ വാർഡ് മെമ്പർ എന്ന രീതിയിൽ ശ്രീ പ്രജിത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സമീപ പ്രദേശത്തെ പഞ്ചായത്തിൽ ഇന്ന് എല്ലാ പാടത്തുകൂടി റോഡും അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങളും കെട്ടിപ്പടുക്കുന്നതിനും ഒരു നഗര സമാനമായ ജീവിതത്തിൻ്റെ രീതിയിലേക്ക് സൗകര്യ ജനങ്ങൾക്ക് ഏർപ്പാടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് അർത്ഥത്തിൽ പഞ്ചായത്തിന് നിർവഹിക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കറിയാം, നമ്മുടെ മലയോര പാതയും അതുപോലെ തന്നെ ഹൈവേയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം, ജലപാതയും ദേശീയപാതയും അതുപോലെ തന്നെ തീരദേശ പാതയുടെയൊക്കെ പൂർത്തീകരണം ഒപ്പം നടക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി തന്നെ എടുക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 19ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ഗോപാലേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഈ വാർഡിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത്. കാരണം ആശേരിത്തറയിൽ നിന്നും പുത്തുകാവിലേക്കുള്ള ഈ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വഴിയാണ് ഇന്ന് നമ്മൾ ഈ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും അന്നനാട് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ അപ്പോളോ ആശുപത്രിയുടെയും ഡിവൈൻ ഹിയറിംഗ് എയ്ഡഡ് സ്പീച്ച് ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അന്നനാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഹാളിൽ വെച്ച് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ജോസഫ് തെക്കിനൻ, കെയർ കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ലാലുമോൻ ചാലക്കുടി, പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് ഷാലി മുരുങ്ങൂർ, CA ഷാജി, സിസ്റ്റർ ബ്ലെസി, സാജൻ വാഗപ്പറമ്പിൽ, ജോമോൻ നെറ്റിക്കാടൻ, KA ജോസ്, MR ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ഫോറം ട്രഷറർ റോസ്മോൾ ഡോണി, KN വേണു, ആഷിൻ പോൾ, ലിക്സൺ വർഗീസ്, OA അരുൺ ബാബു എന്നിവർ നേതൃത്വം നൽകി.
ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയുടെ പൊതുരംഗത്ത് എപ്പോഴും സാന്നിധ്യമായിട്ടുള്ള സംഘടനകളാണ് ചാലക്കുടി ഫൗണ്ടേഷൻ, അതുപോലെ ചെന്നൈ പോലുള്ള നിരവധി സേവന പ്രവർത്തനങ്ങൾ നാടിൻ്റെ വികസന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനകൾ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം രോഗാതുരമായ ഒരു കാലഘട്ടമാണ്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവും പരിസര മലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ നമ്മുടെ സമൂഹത്തെ രോഗാതുരമാക്കിയിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അസുഖങ്ങളില്ലാതെ ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി മനോജ്, കീഴ്ശാന്തി ബൈജു തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റ ദിവസം മുതൽ 5 ദിവസം ക്ഷേത്രം സ്റ്റേജിൽ വൈകിട്ട് 7:30 മുതൽ കലാപരിപാടികളുണ്ടാകും. മാർച്ച് 7 വെള്ളിയാഴ്ചയാണ് പൂരം കാവടി ആഘോഷം. ഒടുവിൽ കലാഭവൻ മണി പാർക്കിന്റെ കമാനം മനോഹരമാക്കാൻ നടപടിയായി. ഏകദേശം 3 വർഷം മുൻപാണ് കലാഭവൻ മണി പാർക്കിന്റെ കമാനത്തിൽ പെയിന്റ് ഒഴിച്ച് വൃത്തികേടാക്കുകയും അസഭ്യ എഴുത്തുകൾ എഴുതുകയും മറ്റും ചെയ്തിരുന്നത്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി പാർക്കുകളും മറ്റും മനോഹരമാക്കാനും പാർക്കിന്റെയും സ്കൂളിന്റെയും മതിലുകൾ ചിത്രങ്ങളും മറ്റും വരച്ച് നവീകരിക്കാനും തീരുമാനിച്ചു. പാർക്കിന്റെ മതിലും ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിട്ടും കമാനം മാത്രം പെയിന്റ് ഒഴിച്ച് വൃത്തികേടായി കിടക്കുന്നത് മോശമാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമാനവും മനോഹരമാക്കാൻ തീരുമാനിച്ചതെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. കലാഭവൻ മണിയുടെ 9ാം അനുസ്മരണത്തിന് മുൻപായി മാർച്ച് 6-ന് മുൻപ് കലാഭവൻ മണി പാർക്കിന്റെ കമാനവും മനോഹരമാക്കുന്ന ജോലികൾ പൂർത്തിയാക്കും. കമാനം മോശമാക്കിയവരെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് നഗരസഭാ ഭരണാധികാരികൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടാൻ കഴിയാതിരുന്നത് വലിയ നാണക്കേടായിരുന്നു. ദേശീയ പതാകയുടെ നിറം ഉപയോഗിച്ചായിരുന്നു അന്ന് കമാനം പെയിന്റ് ചെയ്തിരുന്നത്. അതിലാണ് ചാലക്കുടി നഗരസഭ കലാഭവൻ മണി പാർക്ക് എന്ന് എഴുതിയിരുന്നത്. ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തിന് ഇത് കാരണമായിരുന്നു. കമാനം പെയിന്റ് അടിച്ച് വൃത്തികേടാക്കാൻ കാരണമെന്ന് പരാതിയുമുണ്ടായിരുന്നു. വലിയ തുക ചിലവഴിച്ച് മനോഹരമാക്കിയ കമാനമാണ് രാത്രിയുടെ മറവിൽ പെയിന്റ് അടിച്ച് മോശമാക്കിയത്. വർഷം 3 കഴിഞ്ഞിട്ടും കമാനം നവീകരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ കിടക്കുകയായിരുന്നു. കലാഭവൻ മണിയുടെ ഓർമ്മ ദിനത്തിന് മുൻപായി പാർക്കിന്റെ കമാനത്തിന് ശാപമോക്ഷം ലഭിക്കുകയാണ്. കനകമല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പുതിയ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് കനകമല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് ക്ഷീര കർഷക പരിശീലന പരിപാടിയും മേഖലാ യൂണിയനിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനും തൃശൂർ ജില്ലയിലെ ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണവും നൽകിയത്. സംഘം പ്രസിഡന്റും മേഖലാ യൂണിയൻ ഭരണസമിതി അംഗവുമായ ഷാജു വെളിയന്റെ അധ്യക്ഷതയിൽ സ്വീകരണ സമ്മേളനം മുൻ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. കർഷക പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെയർമാൻ CN വത്സലൻ പിള്ള, മിൽമ ഭരണസമിതി അംഗങ്ങളായ TN സത്യൻ, താര ഉണ്ണികൃഷ്ണൻ, NR രാധാകൃഷ്ണൻ, KC മാർട്ടിൻ, മേഖലാ യൂണിയൻ MD വിൽസൺ ജെ പുറവക്കാട്ട്, തൃശൂർ ഡയറി മാനേജർ സജിത് C, രാഹുൽദാസ് P, ഡോക്ടർ ബാലഗോപാൽ, അമൽരാജ്, ലിൻഡോ കരുത്തി, സെക്രട്ടറി ഷീബ ജയാനന്ദൻ എന്നിവരും സംസാരിച്ചു. 110ഓളം ഉൽപ്പന്നങ്ങൾ അത് വിറ്റ് കിട്ടുന്ന ലാഭം കൂടി കണക്കിലെടുത്താണ് കർഷകർക്ക് നമ്മൾ ഇൻസെന്റീവ് നൽകുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സഹായം നമ്മൾ ക്ഷീര കർഷകരും ക്ഷീര സഹകരണ സംഘങ്ങളും മിൽമയും മേഖലാ യൂണിയനും എല്ലാം ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ നമ്മളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനും നമ്മളുടെ മാർക്കറ്റ് വിപുലീകരിക്കുന്നതിനും സാധിക്കും. അതുവഴി കിട്ടുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ ക്ഷീര കർഷകർക്ക് എത്തിച്ചു തരുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ മേഖലാ യൂണിയൻ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനു നേരെ ആക്രമണം. ഡെയ്സി തോമസിനെയാണ് പഞ്ചായത്ത് ഓഫീസിലെത്തിയ മാളിയേക്കൽ ജോസ് എന്നയാൾ ആക്രമിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് സംഭവം. റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് രാവിലെ ഒരു 11:20 ജോസ് MK മാളിക്കൽ ഓഫീസ് മടത്തുമ്പടി എന്ന അയാൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സ്വപ്ന എന്ന ക്ലർക്കുമായി സംസാരിക്കുന്നത് കണ്ടു. മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സെക്രട്ടറിനെയും എന്നെയും വഴക്ക് പറഞ്ഞതിന് എന്നെ അപായപ്പെടുത്താൻ നോക്കിയതിനും
മാള SHOയ്ക്കും SP-ക്കും തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ 56 പേരടങ്ങിയ ഗോവൻ സംഘം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളെപ്പറ്റി പഠിക്കാനും കാണാനും വേണ്ടിയാണ് സംഘം എത്തിയത്. രാവിലെ എത്തിയ സംഘം പഞ്ചായത്ത് ഓഫീസ്, ഷീ ഫിറ്റ്നസ് സെന്റർ, കുടുംബശ്രീ ഓഫീസ്, ജനകീയ ഹോട്ടൽ, വിവിധ ഘടക സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിച്ചു. ഗോവയിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. മുരുക്കുങ്ങൽ പെരുമ്പള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹസ്വാമിയുടെയും ഗണപതി ശാസ്താവ്, വനദുർഗ എന്നീ ഉപദേവതകളുടെയും പ്രതിഷ്ഠയോടനുബന്ധിച്ച് രാവിലെ ഗണപതി ഹോമം, തിലഹോമം, സായൂജ്യപൂജ, കാൽക്കഴുകിച്ചൂട്ട്, വൈകിട്ട് ആചാര്യവരണം, ബിംബ പരിഗ്രഹം, ജലാധിവാസം, സ്ഥലശുദ്ധി, പത്മോലേഖനം എന്നീ ചടങ്ങുകൾ ഉണ്ടായി. കൂടാതെ മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹങ്ങൾ ഘോഷയാത്രയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു. വൈകിട്ട് നടന്ന ചടങ്ങിൽ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബാബു ശങ്കറിനെയും വിഗ്രഹം നിർമ്മിച്ച ശില്പി സുദേവൻ ഒറ്റപ്പാലത്തിനെയും യുവകലാകാരൻ നികേഷിനെയും അനുമോദിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മംഗലത്ത് അഴകത്തുമന ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഴിയലി നഗർന ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി സേക്രഡ് ഹാർട്ട് ഓട്ടോണമസ് കോളേജിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ ഐറിൻ കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രൊവിൻഷ്യൽ ജനറൽ സിസ്റ്റർ മേഴ്സലിൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സിസ്റ്റർ എ പ്രിൻസി ആന്റോ സ്വാഗതം ആശംസിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA വിരമിക്കുന്ന ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ ചാക്കോ ജോസിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷിബു വാലപ്പനെ ആദരിച്ചു. കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് പഠനത്തിൽ മികവ് തെളിയിച്ചവർക്കും കളക്ടർ ഉപഹാരങ്ങൾ നൽകി. മുൻ മാനേജരും പ്രിൻസിപ്പലുമായിരുന്ന സിസ്റ്റർ ലില്ലി മരിയ, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ, എംപവർ SH പ്രസിഡന്റ് സാജു പാത്താടൻ, എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് അധ്യാപകൻ ലിബിസൺ KV, PTA വൈസ് പ്രസിഡന്റ് CR ഷാജു, പൂർവ്വ വിദ്യാർത്ഥിനി ക്രിസ്റ്റീന പോൾ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ മീനു ജേക്കബ്, യൂണിയൻ ചെയർപേഴ്സൺ സുബി A, സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ SH കോളേജിലെ മുൻ അധ്യാപകനുമായ പ്രൊഫസർ ചാക്കോ ജോസ്, മാഗസിൻ എഡിറ്റർ നന്ദന KD എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. പേരാമ്പ്ര വെസ്റ്റ് പുത്തൂക്കാവ് ആശേരിത്തറ ലിങ്ക് റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും അന്നനാട് സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി. ഒടുവിൽ കലാഭവൻ മണി പാർക്കിന്റെ കമാനം മനോഹരമാക്കാൻ നടപടിയായി.
56 പേരടങ്ങിയ ഗോവൻ സംഘം പർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.